ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ നാൾക്ക് ശേഷമാണ് വീണ്ടും ഒരു വ്ളോഗായിട്ട് വരുന്നത്. അപ്പോൾ ഇന്ന് എന്തായാലും ഒരു ഓഫ് ഡേ ദിവസമായിരുന്നു. അപ്പം ഇന്ന് ഒരു വ്ളോഗ് എടുത്തേക്കാമെന്ന് വിചാരിച്ചു. ഇന്നപ്പം നമ്മൾ ഒരു യാത്ര പോവുകയാണ്. ദൂരെയൊന്നുമല്ല, ഇവിടെ അടുത്തൊക്കെ തന്നെ. അപ്പം എങ്ങോട്ടാണ് പോകുന്നതെന്ന് വഴിയേ പറയാം. ഞാൻ ആദ്യം മാധുവിനെ കൊണ്ടുപോകുന്നില്ലെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഞാൻ റെഡി ആയപ്പോഴത്തേക്ക് കരഞ്ഞ് വഴക്കുണ്ടാക്കി ഒരുങ്ങി. അങ്ങനെ നമ്മൾ ബസ്സിനാണ് പോകുന്നത്. അപ്പം ബസ് സ്റ്റോപ്പിലോട്ട് ഹസ്ബൻഡ് ഇറക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പം ഇന്ന് ഞങ്ങളുടെ കൂട്ടത്തിൽ എൻ്റെ അമ്മയുണ്ട്. നമ്മൾ പോകുന്നത് ഇന്ന് എനിക്ക് അത്രയും പ്രിയപ്പെട്ടൊരു സ്ഥലത്തോട്ടാണ്. അപ്പം ഞങ്ങളവിടെ ചെന്ന് ബസ്സൊക്കെ കയറി. എൻ്റെ ഹസ്ബൻഡിൻ്റെ വീടും തമ്മിൽ വലിയ ദൂരമില്ല കേട്ടോ. അപ്പോഴത്തേക്കും അമ്മ ബസ് സ്റ്റോപ്പിൽ വന്ന് നിന്നു. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് കയറി. പിന്നെ ബസ് ഇറങ്ങി. നമുക്ക് 2 ബസ് കയറണമായിരുന്നു. അങ്ങനെ പ്രിയദർശിനിലും ആദ്യമായിട്ട് കയറി ഞാൻ. അങ്ങനെ ഞങ്ങൾ നമ്മുടെ സ്ഥലത്ത് ചെന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി എന്തെങ്കിലും കഴിക്കണമെന്ന് വിചാരിച്ച് ഞങ്ങൾ പിന്നെ പപ്സും നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചു. അപ്പം നമ്മൾ പോവുകയാണ്. ബസ് ഇറങ്ങിയിട്ട് കുറച്ച് ദൂരം അങ്ങോട്ട് നടക്കാനുണ്ടായിരുന്നു. നല്ല വെയിലായിരുന്നു. എന്നാലും വലിയ ദൂരമില്ല ഓട്ടോയ്ക്ക് പോകാനുള്ളതൊന്നും. അങ്ങനെ നമ്മൾ എത്തിയിരിക്കുന്നത് എൻ്റെ അമ്മ വീട്ടിലോട്ടാണ്. എനിക്ക് അത്രയും പ്രിയപ്പെട്ടതെന്ന് പറയാൻ കാരണം എൻ്റെ ചെറുപ്രായത്തിൽ ഞാൻ ഒത്തിരി വരാൻ ആഗ്രഹിച്ചിരുന്ന സ്ഥലമാണ്. കാരണം സ്കൂളിൽ പഠിക്കുന്ന ടൈമൊക്കെ അവധി കിട്ടുമ്പം അമ്മ വീട്ടിലോട്ട് വരാനായിട്ട് റെഡി ആയിരിക്കും. അപ്പോൾ കുറേ ഓർമ്മകൾ തന്നൊരു സ്ഥലമാണ്. അപ്പം വല്യമ്മയ്ക്ക് വയ്യാണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ വല്യമ്മേനെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ വല്യമ്മയും എൻ്റെ അമ്മയുടെ ചേട്ടത്തിയും ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളവിടെ പോയി കുറച്ച് നേരം ഇരുന്നു, വർത്തമാനമൊക്കെ പറഞ്ഞു. അമ്മയ്ക്ക് തീരെ വയ്യാണ്ടായി. അമ്മയെന്ന് പറയുമ്പോൾ എനിക്ക് ഒത്തിരി മിസ് ചെയ്യുന്ന ഒരാളാണ്. കാരണം വീട്ടിൽ വരുമ്പം ഒരുപാട് സാധനങ്ങൾ എനിക്കും എൻ്റെ ആങ്ങളയ്ക്കും ഇഷ്ടപ്പെട്ടായിട്ട് ഒത്തിരി സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വരും. ഇപ്പം കല്യാണം കഴിഞ്ഞതോടുകൂടി അങ്ങോട്ടുള്ള പോക്കും കുറവായി. കാണുന്ന ബിൽഡിംഗ് നേരത്തെ ഒരു ഫാക്ടറി ആയിരുന്നു. ഇവിടെ ആയിരുന്നു പണ്ട് വല്യമ്മ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഈ കാണുന്ന ലൂബിക്ക മരമാണ്. ലൂബിക്ക സീസൺ സമയത്ത് ഞങ്ങൾ ഇവിടെ വരുമ്പോഴത്തേക്ക് ഞങ്ങൾ കല്ലെടുത്തെറിഞ്ഞും പിന്നെ തോട്ടി കൊണ്ട് കുറേ പറിച്ചും അങ്ങനെ ഉപ്പും മുളകൊക്കെ ഇട്ട് കഴിച്ചത് ഓർമ്മ വരുന്നു. ഈ മതിലിൽ കടന്ന് അപ്പുറത്ത് ചാടി താഴെ പോകുന്നതെല്ലാം പെറുക്കിയെടുക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ വല്യമ്മയോട് കുറേ നേരം വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ ഉച്ചയ്ക്കത്തെ ഫുഡൊക്കെ കഴിച്ചു. ആദ്യം ഉള്ളതുകൊണ്ട് എനിക്ക് അതിൻ്റെ വീഡിയോസ് കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. ആൾ കഴിക്കുമ്പോൾ ഫോൺ കാർട്ടൂൺ കാണാൻ വേണമായിരുന്നു. അപ്പോൾ അതൊന്നും എടുത്തില്ല. അങ്ങനെ ഞങ്ങളൊരു 4 മണിയൊക്കെ ആയപ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങി പിന്നെ കുറച്ച് ദൂരം നടക്കാനുണ്ടായിരുന്നു. നടന്ന് പിന്നെ ബസ് കയറി. അങ്ങനെ അമ്മ പോയി. അമ്മ പിന്നെ ഞങ്ങളെ ഓട്ടോയിൽ കയറ്റി വിട്ടു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവരെല്ലാം ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനി നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.